ബലിയണയ്ക്കാൻ പ്രശാന്ത സവിധി കരങ്ങൾ കൂപ്പാം, കീർത്തനം പാടിടാം. മഹാവിരുന്നിൻ മണിമുഴങ്ങി വരുന്നു ഞങ്ങൾ, ബലിയണയ്ക്കാൻ പ്രശാന്ത സവിധി കരങ്ങൾ കൂപ്പാം, കീർത്തനം പാടിടാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. ഒരേ കർത്താവിന്റെ ബലി പ്രത്യേകമായിട്ട് ഇന്ന് നമ്മൾ തിരുസഭയിൽ ആഘോഷിക്കുന്ന വിശുദ്ധ ഉപ്രാസ്യാമ്മയുടെ തിരുനാളാണ്. ഉപ്രാസ്യാമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വിശുദ്ധിയോടുകൂടെ ജീവിച്ച് ഏറ്റവും വലിയ വിശുദ്ധയാണ് വിശുദ്ധ ഉപ്രാസ്യാമ്മ എന്നുള്ള കാര്യം അറിയാം. നമ്മളെല്ലാവരും ജീവിതം വീഡിയോയിലൂടെയും അതുപോലെ തന്നെ പുസ്തകത്തിലൂടെയൊക്കെ വായിച്ച് അറിഞ്ഞ് അനുഭവിച്ചവരാണ്. ഒത്തിരിയേറെ സഹനങ്ങളുടെ നടുവിലൂടെ പോയപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ടും ദൈവം മാത്രം മതി എന്നുള്ള ചിന്തയോടുകൂടെ ജീവിച്ച ഈ വലിയ വിശുദ്ധയുടെ തിരുനാളെന്ന് ആഘോഷിക്കപ്പെടുമ്പോൾ നമുക്കും കർത്താവെ, ഞങ്ങൾ പാപികളും ബലഹീനമായി ഞങ്ങൾക്ക് നിൻ്റെ വിശുദ്ധി തരണമേ എന്ന് നമുക്ക് ഒരുമിച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ശരീരങ്ങളെ മനസ്സുകളെ കഴുകണമെന്ന്, കഴുകി ശുദ്ധീകരിക്കണമെന്ന് നമുക്ക് യാചിക്കാം. അതുപോലെ തന്നെ ഇന്നത്തെ ബലിയർപ്പണത്തിൽ നമ്മൾ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ: ജെൻഡി ജോസി, ഷെഫി തോമസ്, സണ്ണി ജോസഫ്, ക്ലീറ്റസ് സേവിയർ, അലിൻ ജോസഫ്, മാനുവൽ ഐസക്, റൂബി പോൾസൺ, റെക്സി സാബു, അലീന തോമസ്, ജേക്കബ് വർഗീസ്, ജിൻഡോ വർഗീസ്, സൈമൺ, ആരോൺ തോമസ് എന്നീ മക്കളെ സമർപ്പിക്കാം. അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെല്ലാം ഈശോ സാധ്യമാക്കി കൊടുക്കാനായിട്ട് നമുക്ക് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ചെയ്തുപോയ എല്ലാ തെറ്റുകളെയും കുറിച്ച് ഓർത്ത് അനുശോധന ചെയ്തുകൊണ്ട് വന്നുപോയ വീഴ്ചകളെല്ലാം ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റുചൊല്ലാം. സർവശക്തനായ ദൈവത്തോടും സഹോദരി നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകാമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരി നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മളെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വിശുദ്ധിയുടെയും ഉറവിടവും കർത്താവുമായ ദൈവമേ, അങ്ങേ ജാതനായ ഏകപുത്രന്റെ അവകാശവും ഓഹരിയുമായി സ്വീകരിക്കുന്ന വിശുദ്ധ ഉപ്രാസ്യയായി അങ്ങ് നയിച്ചുവല്ലോ. അങ്ങയോട് ഗാഢമായി ഐക്യപ്പെടാനും ഭക്തിസ്നേഹത്തോടെ അങ്ങേ ശുശ്രൂഷിക്കുവാനും ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. അങ്ങനെ അവസാനം ഞങ്ങൾ അങ്ങേ നിത്യമഹത്വത്തിൽ എത്തിച്ചേരുമാറാകട്ടെ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ ദൈവമായി ജീവിച്ചു വാഴുന്ന കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേണമേ. ആമേൻ. ഒന്നാം വായന. വിജാതിയർക്ക് ഭോഷത്വമായ ക്രൂശിതനായ ക്രിസ്തുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. വിളിക്കപ്പെട്ടവർക്കാകട്ടെ അവിടുന്ന് ദൈവത്തിന്റെ ജ്ഞാനമത്രേ. പ്രിയ സഹോദരരെ, ക്രിസ്തു എന്നെ അയച്ചത് സ്നാനം നൽകുവാനല്ല, സുവിശേഷം പ്രസംഗിക്കാനാണ്. എന്നാൽ വാഗ്വിലാസത്തോടെയല്ല. ആയിരുന്നെങ്കിൽ ക്രിസ്തുവിന്റെ കുരിശ് വ്യർത്ഥമാകുമായിരുന്നു. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തിയത്രേ. വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും, വിവേകികളുടെ വിവേകം ഞാൻ നിഷ്ഫലമാക്കും എന്നെഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. വിജ്ഞാനി എവിടെ? നിയമജ്ഞൻ എവിടെ? ഈ യുഗത്തിന്റെ താർക്കികൻ എവിടെ? ലൗകിക വിജ്ഞാനത്തെ ദൈവം ഭോഷത്വമാക്കിയില്ലയോ? ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ലൗകിക ജ്ഞാനത്താൽ അവിടത്തെ അറിഞ്ഞില്ല. തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിന്റെ ഭോഷത്വം വഴി രക്ഷിക്കാൻ അവിടുന്ന് തിരുമനസ്സായി. യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു, ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളാകട്ടെ യഹൂദർക്കിടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. എന്തെന്നാൽ ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരേക്കാൾ ജ്ഞാനമുള്ളതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരേക്കാൾ ശക്തവുമാണ്. കർത്താവിന്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിന്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ കാരുണ്യം കൊണ്ട്, കർത്താവിന്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. ഭൂമി നിറഞ്ഞിരിക്കുന്നു. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവേൻ. സ്തോത്രം ആലപിക്കുന്നത് നീതിമാന്മാർക്ക് യുക്തമാണല്ലോ. കിന്നരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവേൻ. 10 കമ്പിയുള്ള വീണമീട്ടി അവിടത്തെ കീർത്തനം ആലപിക്കുവേൻ. കർത്താവിന്റെ കാരുണ്യം കൊണ്ട്, കർത്താവിന്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. ഭൂമി നിറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ വചനം സത്യമാണ്, അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ്. അവിടുന്ന് നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു.
കർത്താവിന്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ കാരുണ്യം കൊണ്ട് കർത്താവിന്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. ഭൂമി നിറഞ്ഞിരിക്കുന്നു. കർത്താവ് ജനതകളുടെ ആലോചനകളെ വ്യർത്ഥമാക്കുന്നു. അവരുടെ പദ്ധതികളെ അവിടുന്ന് തകർക്കുന്നു. കർത്താവിന്റെ പദ്ധതികൾ ശാശ്വതമാണ്. അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു. കർത്താവിന്റെ കാരുണ്യം കൊണ്ട് കർത്താവിന്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. ഭൂമി നിറഞ്ഞിരിക്കുന്നു. അലലൂയ, അലലൂയ. എന്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു. അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശയർപ്പിക്കുന്നു. അലലൂയ. സർവശക്തനായ ദൈവമേ, അവിടുത്തെ വിശുദ്ധ സുവിശേഷദായകം പ്രഘോഷിക്കുന്നതിന് എൻ്റെ ഹൃദയത്തെ മധുരങ്ങളെയും സംശുദ്ധമാക്കിയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. കർത്താവിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് ഒരു ഉപമ അരുളി ചെയ്തു. സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളിനെതിരേക്കാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യം. അവൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകവതികളുമായിരുന്നു. വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല. വിവേകവതികളായിട്ട് വിളക്കുകളോടൊപ്പം പാത്രത്തിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. അർദ്ധരാത്രി ഇതാ മണവാളൻ പുറത്തു വന്ന് അവനെ എതിരേൽക്കുവനെന്ന് ആർപ്പുവിളിയുണ്ടായി. ആ കന്യകമാരെല്ലാം ഉണർന്ന് വിളക്കുകൾ തെളിച്ചു. വിവേകശൂന്യകൾ വിവേകവതികളോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറേ ഞങ്ങൾക്ക് തരിക. വിവേകവതികൾ മറുപടി പറഞ്ഞു, നിങ്ങൾക്ക് മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുവിൻ. അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത് വിവാഹ വിരുന്നിനകത്ത് പ്രവേശിച്ചു. വാതിലടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മറ്റ് കന്യകമാർ വന്ന് കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരണമെന്ന് അപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. ആകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ ദിവസം മുഴുവൻ നന്മയ്ക്കുമായ അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, കന്യകയായ വിശുദ്ധ പ്രാസ്യാമയിൽ അങ്ങേ വിസ്മരണീയ കർമ്മങ്ങൾ പ്രഘോഷിച്ചുകൊണ്ട് അങ്ങേ മഹിമയ്ക്കായി ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഈ വിശുദ്ധയുടെ പുണ്യയോഗ്യതകൾ അങ്ങേക്ക് സ്വീകാര്യമായതുപോലെ ഞങ്ങളുടെ ശുശ്രൂഷ ദൗത്യം അങ്ങേക്ക് സ്വീകാര്യമായി തീരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവ്വസന്നിധിയുമായ ദൈവം എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾക്ക് അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായയോഗ്യവും രക്ഷാകരമാണല്ലോ. എന്നാൽ സ്വർഗ്ഗരാജ്യത്തിൽ തങ്ങളത്തിന് ക്രിസ്തുവിന് സമർപ്പിച്ച വിസ്തരിൽ അങ്ങ് വിസ്മരണീയമായ പരിപാലനം ആഘോഷിക്കുന്ന സമുചിതമാണ്. അങ്ങനെ മനുഷ്യപ്രകൃതി ആദ്യ ഉത്ഭവത്തിന്റെ വിസ്തയിലേക്ക് തിരികെ വിളിക്കുകയും നവയുഗത്തിൽ പ്രാപിക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ട ദാനങ്ങളിലേക്ക് അങ്ങ് ആനയിക്കുകയും ചെയ്യുന്നു. ആകൽ വിസ്തരോടും സകലമലാഹമാനും ചേർന്ന് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം. സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഓസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്ന അനുഗ്രഹീതൻ ഉന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവ്വവിശുദ്ധിയുടെ ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞകണം പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് കൊടുക്കപ്പെട്ട സമരസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പം എടുത്ത് കറിഞ്ഞത് പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടല്ല ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവാൻ, എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. പ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടളിച്ചത് എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങ് മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഒരു ദൈവത്തിന്റെ ദർശനം നമുക്ക് നന്ദിയോടുകൂടെ ആയിരിക്കാം. കർത്താവ് നൽകിയ അനുഗ്രഹങ്ങൾ നമ്മളെ ഈ ബലിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. നമ്മളായിരിക്കുന്നിടത്ത് ബലിയർപ്പണത്തിൽ പങ്കെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. നന്ദി പറയുക ഈശോയ്ക്ക്. അതുപോലെ തന്നെ വേദനിക്കുന്നവരെയും വിഷമിക്കുന്നവരെയും പ്രയാസപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പഠിക്കുന്ന എല്ലാ മക്കളെയും, വിദേശത്തായിരിക്കുന്ന മക്കളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം.
ജോലിക്ക് ഒത്തിരി തടസ്സങ്ങളുള്ള മക്കളെ സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കും. വിവാഹ തടസ്സം നേടുന്ന മക്കളെ സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കാം. അതിൽ ഇന്ന് പ്രത്യേകമായിട്ട് കുർബാനയിൽ നമ്മൾ സമർപ്പിക്കുന്ന മക്കളുടെ പേരുകൾ: ജിൻഡി ജെസ്സി, ജോസി, ഷെഫി തോമസ്, സണ്ണി ജോസഫ്, ക്ലീറ്റസ് സേവ്യർ, അലിൻ ജോസഫ്, മാനുവൽ ഐസക്, റൂബി പൗൾസൺ, റെക്സി സാബു, അലീന തോമസ്, ജേക്കബ് വർഗീസ്, ജിൻഡോ വർഗീസ്, സൈമൺ, ആരോൺ തോമസ് എന്നീ സഹോദരങ്ങളെ ഓർക്കാം. അതുപോലെ തന്നെ യൂട്യൂബിലൂടെ നമുക്ക് കുർബാന നമുക്ക് നൽകി അനുഗ്രഹിക്കുന്ന നമ്മുടെ ജോഫിനെയും എബിനെയും ജിസിനെയും ഗ്ലെന്നിനെയും ക്രിസ്റ്റിയെയും ക്ഷണകരങ്ങളിലേക്ക് കൊടുക്കാം. അത്താരയിൽ സഹായിക്കുന്ന നമ്മുടെ മക്കളെ പ്രത്യേകമായിട്ട് ഓർക്കാം. അലൻ മോനെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവിധമായ കൃപകളും അനുഗ്രഹങ്ങളും ധാരാളമായിട്ട് ശരിയപ്പെടാനായിട്ട് നമുക്ക് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. തിരുസഭയുടെ പ്രാർത്ഥന നമുക്ക് പങ്കുചേരാം. ആകയാൽ കർത്താവേ, അടുത്ത മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമ്പി നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർന്നെന്ന് പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലെത്തത്തിൽ പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമേ താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകവും ഭവിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണം. ഞങ്ങൾ ഫ്രാൻസിസ് പാപ്പായോട് ഞങ്ങളുടെ മെത്രാന്മാരോടും വൈദികണത്തോടും മൊത്ത സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിലകൊള്ളുന്ന സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവർ സ്വീകരിക്കുകയും ചെയ്യണം. എല്ലാവരിലും കനിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവ് ഒരു സനിയാമരത്തോടും മകനയുടെ ഭർത്താവായ ഭഗിയുടെ പിതാവിനോടും അനുഗ്രഹീതരായ പുസ്തകന്മാരുടെ കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സ്ഥലവിസ്തരോടും മൊത്തത്തിൽ ജീവൻ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കിയ പുത്രനായ ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവായ അങ്ങേ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്ന് ഉന്നയിക്കും. ആമേൻ. കൃഷ്ണാകരമായ കൽപ്പനകളാൽ ബോധിതരായും ദൈവദേശരവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങൾ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും മോചിപ്പിക്കുന്ന ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണം. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങൾ രക്ഷകനായ യേശുക്രിസ്തുവിനെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നതിന് സമാധാനം നൽകാൻ തരുന്ന അങ്ങേ അപ്പോസ്തലന്മാർ വിശുദ്ധ കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെ സഭയുടെ വിശ്വാസങ്ങൾ പാർത്ത് അങ്ങേ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കഴിയണമേ. ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേട്ടില്ലേണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും നിങ്ങൾ പരസ്പരം സമാധാനം ആശ്വസിക്കുവിൻ. ക്രിസ്തുവിന്റെ സമാധാനം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിലെ സംമിശ്രണം സ്വീകരിക്കുന്ന നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തു ശരീരത്തിലെ സ്വീകരിക്കുന്ന ശിക്ഷയും കാരണമാകാതെ കാരണത്തിൽ മനസ്സിന് ശരീരത്തിന് സംരക്ഷണവും സ്വീകാര്യമായ പെരുമാറാകട്ടെ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്ന ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു. എൻ്റെ ജീവിതകാലം മുഴുവനും കർത്താവിൻ്റെ ആലയത്തിൽ വസിക്കാൻ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവ് ദിവ്യദാനങ്ങളിൽ
പങ്കുചേർന്ന് പരിപോഷിതരായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിശുദ്ധ മാതൃകയാൽ യേശുവിൻ്റെ പരിത്യാഗം ഞങ്ങളുടെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അങ്ങയോട് മാത്രം ചേർന്ന് നിൽക്കാൻ ഞങ്ങൾ പരിശ്രമിക്കുമാറാകട്ടെ. ഞങ്ങൾ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ മറിയമേ, യോസേപ്പ് പിതാവേ, സെബസ്ത്യാനോസേ, സകലവിശുദ്ധരേ, സകല വിശുദ്ധരേ, സകല മാലാഖമാരേ, അപേക്ഷിക്കണമേ. മാതാവേ, നീ സ്നേഹമുള്ളോരമ്മേ, ജീവിതത്തിൻ്റെ ഭാരമകറ്റുവാൻ നീ കനിയണമേ. പാപിയാം ഞാനെൻ്റെ പാപഭാരവുമാ പാദസംഗീതം തേടിയണയുന്നു നീ അനുഗ്രഹിക്കാം. മേരി മാതാവേ, സ്നേഹമുള്ള